ഫ്രണ്ട്സ്, നമ്മുടെ താഴേന്ന് ഞാൻ മുകളിലോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങുമല്ല, കയറി വരികയാണ്. താഴേന്ന് ഞാൻ മുകളിലോട്ട് കയറി വരികയാണ്. എന്താ കാര്യം എന്നറിയാമോ? എനിക്ക് മുകളിലോട്ട് കയറാനൊന്നും വയ്യ. സ്റ്റെയർ കേസിൻ്റെ കൈവഴി പിടിച്ചുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി വരികയാണ്. ഇവിടെ നടക്കുന്ന ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താണെന്നറിയോ? നമ്മുടെ അടുക്കളയൊക്കെ എപ്പോഴും കിടക്കുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ അടുക്കളയും വർക്ക് ഏരിയയുമൊക്കെ വയസ്സായതല്ലേ, അപ്പോൾ അതിനെ ഒന്ന് പുതുക്കുകയാണ്. ഇത് ഒരു കാലത്ത് എൻ്റെ മക്കൾ പാവങ്ങൾ എത്ര ഓടിയിട്ട് കിട്ടിയതാണ് ഈ ട്രോഫിയൊക്കെ. ഓടിയിട്ടല്ല, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പം അന്നേരത്തെ സംഭവങ്ങൾ ഞാൻ ഇനി മുകളിലേക്ക് കയറുകയാണ്. എന്താ അറിയോ? ഇനി 10-15 ദിവസത്തേക്ക് നമ്മൾ മുകളിലാണ് പാചകവും ഒക്കെ. അപ്പോൾ ബാത്റൂമൊക്കെ ഇവിടെ തുറന്നു അടയ്ക്കട്ടെ. ഇതാ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് ഞാൻ കടന്നു. ഇങ്ങോട്ടൊന്നും ആരും വരാറേ ഇല്ല. ഭഗവാന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അത് മാഷുടെ അച്ഛനും അമ്മയാണ്. എവിടെ പോയാലും എൻ്റെ കൃഷ്ണനുണ്ട് എൻ്റെ കൂടെ. ഈ കസേരയിൽ ഇങ്ങനെ വെറുതെ ആരും ഇരിക്കുന്നില്ല. അലമാരകൾ ഭിത്തിയോട് ചേർത്ത് പണിതിട്ടിരിക്കുകയാണ്. മുകളിൽ 3 ബെഡ്റൂമുണ്ട്. പക്ഷെങ്കിൽ ഒന്ന് ക്ലോസ് ഉണ്ടാന്ന് വെച്ചു. ക്ലോസ് ചെയ്തില്ല. കുട്ടികൾ വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3ാമത്തെ മകൻ കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലത്തോളം ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അന്നേരം കുട്ടികൾക്ക് മുകളിലിരുന്ന് ടി വി കാണാനും ഇവിടെ കേബിളും എല്ലാം ഉണ്ട്. പഴയ ടി വിയാണ്. ഇതിപ്പം ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പോൾ പേരക്കുട്ടികളുടെ ഇത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. അന്ന് എനിക്ക് ഒരു ചെറിയ മകന് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നു. അവളാണിപ്പം SSLCക്ക് ഇത് എല്ലാ A+ഓടുകൂടി പാസ്സായി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കാത്തു അവളുടെ കലാവിരുതുകളാണിതൊക്കെ. അവിടെ കലയല്ല, ഇവിടെ കൈവിരലുകൾ കൊണ്ടുള്ള വിരുത്. അവിടെ കൈവിരുതുകൾ, അവിടെ കളികളൊക്കെയാണ് ഇതൊക്കെ. ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ മുകളിലോട്ട് കയറി വരികയില്ല. കയറാൻ വയ്യ. ഒന്നാമതെ കയറിയാൽ എനിക്ക് സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ. എനിക്കും ആൺമക്കളെ, എനിക്ക് ജനിച്ച പേരക്കുട്ടികളും എല്ലാം ആൺമക്കളായപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ട് ഒരുപാട് വഴിപാട് കഴിച്ചിട്ട് കിട്ടിയതാണ് ഒരു പെൺകുട്ടി. പിന്നെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. മൂത്ത മകന് ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പോൾ ചെറിയ മകനാണ് ആദ്യമായിട്ട് പെൺകുട്ടി ഉണ്ടായത്. ഒരുപാട് വഴിപാട് കഴിച്ച് കിട്ടിയതാണ് എൻ്റെ കാത്തു. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവരിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എന്നാലും എനിക്ക് വിഷമമാണ്. കാരണം അവർ ഇത്രയും നാൾ നമ്മുടെ കൂടെ താമസിച്ചില്ലേ. അപ്പോൾ അവർക്ക് അവൻ വെളിയിൽ പോയി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു പുതിയ വീട് വേണമെന്നൊക്കെ തോന്നി. അപ്പോൾ നമ്മളത് അവരോട് വളരെ സ്നേഹത്തോടെ അവർ വീട് പണിയാനുള്ള വിഷസൊക്കെ ഞങ്ങൾ കൊടുത്തു. അവർ വീട് പണിതിപ്പം 4 വർഷമായി അവിടെ താമസിക്കുക. ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. 2 ദിവസം മുമ്പ് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പാടാണ്. അതിൻ്റെ താഴെ ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. അവനാണ് അന്ന് യൂട്യൂബിൽ ഞാൻ പാട്ടിട്ടിരുന്നില്ലേ, അതെൻ്റെ നവനീതിൻ്റെയാണ്. അവൻ 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂം. പിള്ളേർക്കൊന്നിനും താഴോട്ട് ഇറങ്ങി വരണ്ടാത്ത രീതിയിലെല്ലാം ചെയ്തത്. ഇങ്ങോട്ട് വരാറേ ഇല്ല ഞാനോ മാഷോ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. ഇത് വേറൊരു ബെഡ്റൂം. അലമാരെല്ലാം സൗകര്യം. അപ്പോൾ ഇതും ബെഡ്റൂമായിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് അടയ്ക്കണ്ടെന്ന് വെച്ചങ്ങ്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ. ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ട് കയറാറേ ഇല്ല.
അത് പോയിട്ട് ഞാൻ സ്റ്റെപ്പൊക്കെ പിടിച്ച് പിടിച്ച് മാഷ് കയറ്റി ഇറക്കും ചെയ്യും. ഇവിടോട്ട് മിക്സി കുത്താമെന്ന് വെച്ചു, ഇവിടെ ഗ്രൈൻഡർ വെച്ചു. ഒരു 15 ദിവസത്തെ പണി കാണും. അപ്പോൾ ഗ്യാസൊക്കെ ഇങ്ങോട്ട് ജോലിക്കാർ മാറ്റി തന്നു. ഇതാ വേറൊരു ഗ്യാസ്, ഇവിടെ ഫാൻ, ഇതെല്ലാം ഇവിടെ കിടക്കുന്ന സംഭവങ്ങളാണ്. സോഫയെല്ലാം പൂച്ച കയറാതിരിക്കാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. മക്കളുടെ അവിടുത്തെ പോലുള്ള വിശേഷപ്പെട്ട സോഫയൊന്നും അല്ല ഞങ്ങളുടേത്. ഞങ്ങൾ വയസ്സന്മാരൊക്കെ ഒപ്പിക്കുകയല്ലേ. അവിടെ മോൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. അവർക്കങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരില്ലാത്തപ്പോൾ എടുത്തതാണ് ചിലതൊക്കെ. ഇനിയും കുറച്ച് ദിവസത്തേക്ക് നമ്മളിവിടെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഗ്യാസും ഒക്കെ അവരിങ്ങോട്ട് മാറ്റി തന്നു. രജനി ഇതുവരെ വന്നിട്ടില്ല. അവൾ സംഭവ വികാസങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഇനിയും രജനിയുടെ എൻ്റെ സാമ്രാജ്യം ഇതാണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്യാസും ഒക്കെ മാറ്റും. അവിടുത്തെ ഇതനുസരിച്ച്. അപ്പോൾ ഇനി പാചകം ഇവിടെയാണ്. അപ്പോൾ വീഡിയോ ഒന്നും ഇനിയിപ്പോൾ എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മറ്റേ അടുക്കള മോശമാണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ താഴെ പണി നടക്കുന്നതിൻ്റെ ശബ്ദകോലാഹലങ്ങളാണ് കേൾക്കുന്നത്. ഇവിടെ തുണി കൊണ്ടിടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മഴക്കാലത്തെ എൻ്റെ നൈറ്റികളുമൊക്കെ കൊണ്ട് വിരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. എന്നിട്ടേ തലയാണവർ നൈറ്റി ഒക്കെ കൊണ്ടിവിടെ വിരിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടിറങ്ങിയാൽ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. ഓപ്പൺ എയറാണ്. ഇതൊക്കെ മഴ പെയ്ത് നാശമായി കിടക്കുക. കുഞ്ഞുവാവെ കിടത്താനുണ്ടായിരുന്ന പായ അതൊക്കെ എടുത്ത് വെളിയിലിട്ടെന്ന് നോക്കാൻ. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഒരു ആൺകുട്ടി ഉണ്ടായും കഴിഞ്ഞാൽ അവന് ഒരു 5-8 മാസം ആയപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഇവിടുന്ന് മാറിയത്. ഇവിടെ അടുത്ത് തന്നെ ടാങ്ക്, 2 ടാങ്ക്. എന്താ ചൂലൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന കണ്ടില്ലേ. ഇതൊക്കെ ഇനി ഉരച്ച് കഴുകണം. ഞാനിങ്ങോട്ട് വരാറില്ലേ? ഇല്ലല്ലോ. വഴുക്കുമോ എന്തോ. വീടിൻ്റെ പുറകുവശം ഇതോ ഇവിടെ എല്ലാം ഇനി ഒന്ന് ആരെയും ഒരാളെ നിർത്തി ഒന്ന് അടിച്ച് വൃത്തിയാക്കിക്കണം. വീടിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നിങ്ങൾ കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് വീടിൻ്റെ പുറകുവശം. ഇത് അങ്ങോട്ട് പോയാൽ അവിടെയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെയോ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീടാണത്. അതും നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയുടെ വീടാണ്. ഇതാണ് ത്രസ്യാമ്മ ടീച്ചറുടെ വീട്. ഇതാ അവിടെ ഞാൻ മതിൽ തേക്കാ കിടക്കുന്ന ഒരു വീട് കാണിക്കാറില്ലേ, ഇതാണ് ത്രസ്യാമ്മ ടീച്ചറുടെ വീട്. എനിക്ക് പിന്നെ ഹൗസ് ടൂറൊന്നും കാണിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കുട്ടികളെ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും കാണിക്കാമെന്ന്. ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഒരു ഹോം ടൂർ കാണിക്കണേ ടീച്ചറായിരുന്നു. ഹോം ടൂർ കാണിക്കണേ അതിനുള്ള വകുപ്പൊക്കെ വേണ്ടേ. ഷെൽവി, ഇതായിരിക്കുന്നു എൻ്റെ ഷെൽവി. എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാറില്ലേ കുട്ടി. 1-2 വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് മരുമോളാണോ എന്ന്. അതാ അവളിരിക്കുന്നു. അവൾ താമസിക്കുന്ന വീടതാ. പോലീസ് ഓഫീസറാണ് അവൾ. റെയിൽവേ പോലീസ്, വനിതാ പോലീസ്. അവൾ ആരോടോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുക ഉണ്ടോ. അവളാണ് 2 വീഡിയോയിലോ മറ്റോ എൻ്റെ കൂടെ വന്ന് എൻ്റെ മക്കളോ മരുമക്കളോ ആരും ഇതിലൊന്നിലും ഇതുവരെ നിന്നിട്ടുമില്ല, മുഖം കാണിച്ചിട്ടില്ല, പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്കതൊന്നും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. സോഷ്യൽ മീഡിയ കുറച്ച് പേർക്ക് നല്ല ക്രേസാണ്, ചിലർക്ക് ഇഷ്ടമേ അല്ല. ഇഷ്ടമല്ല അഴിയല്ല, ചെയ്യാറില്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ആദ്യമൊക്കെ പിള്ളേർക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ പിള്ളേർ പറയും അമ്മയുടെ എൻ്റർടൈൻമെൻ്റ് അല്ലേ അമ്മ ചെയ്തോളൂ എന്ന്. ലൈവ് വരുന്നതിന് മാത്രം അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ വരണമെന്നുണ്ട് എനിക്ക്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ലൈവ് വരണമെന്നുണ്ട്. ഉണ്ടോ താഴെ പണി നടക്കുക. ഷെൽവി ഗഹനമായ കാര്യം എന്തോ പറയുകയാണ്. അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. അത് കാരണം ഡേയും നൈറ്റും ഒക്കെ ആ കുട്ടിക്ക് ഡേയും നൈറ്റും ഒക്കെ ആ കുട്ടിക്ക് ജോലിയാണ്. ഇതാ ആ ഷെൽവി ഇതാ കയറിപ്പോയി. ഷെൽവി അല്ലേ ഷിൽവി. നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇതാ 1ാമത്തെ കാർ കുറച്ച് അത് വാർത്തെടുത്തതാണ്. ഇത് ഷീറ്റാണ്.
ഇതിനകത്തൂടാണ് ഞാൻ ഈ നടക്കുന്നതും നിങ്ങളോട് ഓരോ വിലാസങ്ങളൊക്കെ നടത്തുന്നതും. ഷെൽവി നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അവൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഫോൺ ചെയ്യുക, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനും മാഷൊക്കെ കുറച്ച് ദിവസം ഇവിടാണ് ഞങ്ങളുടെ താമസം. ഹോം ടൂർ നടത്തണ ടീച്ചർ നിങ്ങൾ പറയാമല്ലേ. ഹോം ടൂർ നടത്താനുള്ള വലിയ ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇനിയിപ്പോൾ മുകളിലേക്ക് വന്നപ്പോൾ കാണിച്ചു എന്നാന്ന് വെച്ചാൽ താഴെ ശബ്ദം കേൾക്കുന്നു. പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയല്ലേ ഞങ്ങൾ മുകളിലാണെന്നുള്ളത്, മുകളിൽ ചെയ്യുന്നു. വാടകയ്ക്കൊക്കെ വേണേൽ കൊടുക്കാം, അതുപോലുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇന്ന് വരെയും കൊടുത്തിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കുന്ന ഇഷ്ടവുമില്ല. പിന്നെ നമ്മൾ വയസ്സായ പിന്നെ പിള്ളേരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരു 10-15 ദിവസത്തേക്ക് ഞങ്ങളിവിടാണ് ഞങ്ങളുടെ താമസം. മാഷ് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. നാളെ മൂത്ത മോൻ ഇങ്ങോട്ട് വരും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ. ഇനി എൻ്റെ രജനിയുടെ എൻ്റെ സാമ്രാജ്യം ഇവിടെയാണ്. ഇതൊരു ബെഡ്റൂമിനായിട്ട് ആയിരുന്നു ചെയ്തത്. പക്ഷെ പിന്നീട് ഞാനും മാഷും പറഞ്ഞു അവിടെ അതിനുള്ള ഒരു സിറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞങ്ങൾ പറഞ്ഞു വേണ്ട, എന്തിനാ ഈ ബെഡ്റൂമുകളെല്ലാം, താഴെ ഇല്ല 2 എണ്ണം, അപ്പോൾ മുകളിൽ 3 എണ്ണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് 2 എണ്ണമേ അതിനനുസരിച്ച് സജ്ജീകരിച്ചുള്ളൂ. ഇത് മുകളിലത്തെ 2 കാർ പോർച്ച്, ഇതാ ഒന്ന് ഷീറ്റിട്ടതും ഒന്ന് വാർത്തതും. എൻ്റെ മുറ്റത്ത് ഞാൻ കാണിക്കുന്നൊക്കെ അതൊക്കെ. ശിൽവി ഒരു ഹായ് പറ. കാണുന്നില്ലല്ലോ ഡി അമ്മച്ചി, എൻ്റെ സിൽവിയെ കാണുന്നില്ലേ? സിൽവി ഇന്ന് പോകണ്ടേ? 4 മണിക്കാണോ? നമുക്കേ സോഷ്യൽ കിച്ചണിൽ പോയി ഒരു ചായയും ഉഴുന്നുവടയും കഴിക്കണ്ടേ? സോഷ്യൽ കിച്ചണിൽ പോയി സന്ദീപ് ഞങ്ങളെ കൊണ്ടുപോയി ചായ ഉഴുന്നുവടയൊക്കെ മേടിച്ചത് സൂപ്പർ. അപ്പം നിങ്ങൾ ഇടയ്ക്കൊക്കെ പോകുമെന്ന് പറഞ്ഞു. ഒരു ദിവസം നമുക്ക് പോയി കഴിക്കണ്ടേ? സോഷ്യൽ കിച്ചണിലെ നല്ലതാ അല്ലേ? അധികം വിലയുമില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് ഫുഡ് കൊണ്ടുവന്നു അവിടുന്ന്, അത് കൊള്ളില്ലായിരുന്നു തണുത്തത് കൊണ്ട്. ഞങ്ങളിപ്പം മുകളിലാണ്, താഴെ അടുക്കളയുടെ പണി നടക്കാൻ കുട്ടി, അതുകൊണ്ട് മുകളിലാണ്. മുകളിൽ സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നു മാഷ്. ഇത്രയും ഒച്ചത്തിൽ പറഞ്ഞാലേ അവൾ കേൾക്കുള്ളൂ. അടുത്ത വീടല്ലേ, വീടൊക്കെ അടുത്താണേലും നമ്മൾ ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇങ്ങോട്ട് അവൾക്ക് വരാനോ ഞാൻ അങ്ങോട്ട് പോകാറോ ഒന്നും വളരെ വിരളമാണ്. എങ്കിലും ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ടൊക്കെ, ഇന്നിപ്പോൾ അവൾക്ക് 4 മണിക്ക് പോയാൽ മതി, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഗ്യാസ് കുറ്റികളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കും, 2 എണ്ണം കൊണ്ട് വെച്ചിരിക്കും. ഒന്ന് ഞാൻ മൂടിയിട്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇത്. ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഹോം ടൂർ കാണിക്കണേ അതുപോലുള്ള ഒക്കെ വേണ്ടേ? ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. താഴത്തെ അടുക്കളയൊന്ന് വൃത്തിയാക്കുന്നതേ ഉള്ളൂ. താഴത്തെ അടുക്കള കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല എന്തായി ടീച്ചറുടെ ഒരു അടുക്കള എന്ന്. അതുകൊണ്ട് അതൊന്ന് കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു അവരൊന്ന് അത് ചെയ്തോളാം പറഞ്ഞു.